എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ബിറ്റ്കോയിൻ്റെ സപ്ലൈ ഹൈലി കോൺസെൻട്രേറ്റഡ് ആണോ? വളരെ ചുരുങ്ങിയ മൈനോറിറ്റി ആളുകളാണോ മെജോറിറ്റി ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്നത്? അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള വളരെ കുറച്ച് ആളുകളാണോ ബിറ്റ്കോയിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. ആക്ച്വലി ഈ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു ഫോളോവറാണ്. ഈ ഒരു വീഡിയോ അയച്ചു തന്നിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ടോപ്പ് 1% ആളുകളാണ് 90% ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളതാണല്ലോ പറയുന്നത്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? അങ്ങനെയാണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. സോ നമുക്ക് ആദ്യം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കാരണം എന്താ വെച്ചാൽ പൈസ ഉള്ളവർ ബിറ്റ് കോയിൻ ഒക്കെ വാങ്ങി ഒരുപാട് പണം ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. ഇതിലൊരു റിയാലിറ്റി അറിയാം നിങ്ങൾക്ക്. ലോകത്ത് ടോപ്പ് 1% ബിറ്റ് കോയിൻ അഡ്രസ്സുകളിലാണ് 90% ബിറ്റ് കോയിൻ സപ്ലൈ നിലവിലുള്ളത്, അല്ലെങ്കിൽ അവരാണ് 90% ബിറ്റ് കോയിൻ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 ഹൈപ്പ് സൈക്കിളുടെ കാര്യം പറഞ്ഞു. സോ ആക്ച്വലി ഇതൊരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. അതായത് നമുക്ക് ഒരിക്കലും ബ്ലോക്ക് ചെയിൻ ഡേറ്റ നോക്കിയിട്ട് അല്ലെങ്കിൽ വാലറ്റ് അഡ്രസ്സിൻ്റെ ബാലൻസ് നോക്കിയിട്ട് ഒരിക്കലും ബിറ്റ്കോയിൻ്റെ ടോട്ടൽ സപ്ലൈ ഹൈലി കോൺസെൻട്രേറ്റഡ് ആണോ, അല്ലെങ്കിൽ ഇത് വളരെ ചുരുങ്ങിയ ആളുകളാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്, ഇത് കൺട്രോൾ ചെയ്യുന്നത് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. ഓക്കെ. അതിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒരു ബിറ്റ്കോയിൻ, ഒരാളുടെ ബിറ്റ്കോയിൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് അഡ്രസ്സിലും ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബിറ്റ്കോയിൻ അഡ്രസ്സിൽ ആയിരക്കണക്കിന് ആളുകളുടെ ബിറ്റ്കോയിനും ഹോൾഡ് ചെയ്യാം. ഓക്കെ. അതായത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയാണ് അല്ലേ. അപ്പോൾ ഞാൻ ഹോൾഡ് ചെയ്യുന്ന ടോട്ടൽ ബിറ്റ്കോയിൻ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ അക്കൗണ്ട്സിൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്നത് ട്രഷർ എന്നുള്ള ഹാർഡ്വെയർ വാലറ്റിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ ഞാൻ ഹോൾഡ് ചെയ്യുന്ന ടോട്ടൽ ബിറ്റ്കോയിൻ്റെ വാല്യൂ ആണ് കാണിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ മൊബൈൽ എടുത്ത് നോക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ 1 ബിറ്റ്കോയിൻ ആണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. പക്ഷേ ആ ഒരു ബിറ്റ്കോയിൻ ഞാൻ ഹോൾഡ് ചെയ്യുന്നത് ഒരു സിംഗിൾ വാലറ്റിനകത്താണോ? ഒരിക്കലും അല്ല. കാരണം നമ്മൾ എല്ലാ മാസവും ബിറ്റ്കോയിൻ വാങ്ങിക്കുന്ന സമയത്ത് മൾട്ടിപ്പിൾ അക്കൗണ്ട്സിലോട്ടാണ് ബിറ്റ്കോയിൻ നമുക്ക് റിസീവ് ചെയ്യുക. അപ്പോൾ ഓരോ തവണ ബിറ്റ്കോയിൻ റിസീവ് ചെയ്യുമ്പോഴും ട്രഷർ പുതിയ പുതിയ അഡ്രസ്സാണ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് മാനുവലിയും ചെയ്യാൻ സാധിക്കും. ഓക്കെ. നമുക്ക് ഒരു വാലറ്റിനകത്ത് ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്നതിന് പകരം നമുക്കത് സ്പ്രെഡ് ചെയ്ത് മൾട്ടിപ്പിൾ 100 കണക്കിന് വാലറ്റിനകത്ത് ഹോൾഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഒരു ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് 0.1 എന്നുള്ള ഡിസ്ട്രിബ്യൂഷനിൽ എനിക്ക് 10 വാലറ്റുകളിൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല 0.01 എന്നുള്ള ബാലൻസ് ഉള്ള 100 വാലറ്റിൽ എനിക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനൊരു പുറത്ത് നിന്ന് വേറൊരാൾ നോക്കുന്ന സമയത്ത് ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിനിൽ നോക്കുന്ന സമയത്ത് 100 വാലറ്റുകളിലായിട്ട് ഒരു ബിറ്റ്കോയിൻ ഉണ്ട് എന്ന് കാണാൻ സാധിക്കും അല്ലേ. പക്ഷേ ഈ 100 വാലറ്റുകളിലുള്ള ഒരു ബിറ്റ്കോയിൻ ആരുടെയാണ്? എൻ്റെയാണ് അല്ലേ. ഇതേപോലെ തന്നെയാണ് നമുക്ക് ഒരു വാലറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ആളുകളുടെ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് ബിറ്റ്കോയിൻ വാലറ്റുകളാണ്. ഓക്കെ. അതായത് ഏറ്റവും കൂടുതൽ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്ന സിംഗിൾ വാലറ്റുകളാണ് ഈ ഒരു ലിസ്റ്റ്, ടോപ്പ് 100 ലിസ്റ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും ടോപ്പിലുള്ളത് ഈ ഒരു വാലറ്റാണ്. അതായത് ഈ ഒരു വാലറ്റ് എന്ന് പറയുന്നത് ബൈനാൻസിൻ്റെ കോൾഡ് വാലറ്റാണ്. അപ്പോൾ ഈ ഒറ്റ സിംഗിൾ ബിറ്റ്കോയിൻ വാലറ്റിനകത്ത് ഏകദേശം 2,48,598 ബിറ്റ്കോയിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയിനിൽ പോയിട്ട് ഈ ഒരു വാലറ്റ് അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഇപ്പോൾ ലൈവ് ആയിട്ടുള്ള ബാലൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അതിനകത്തുള്ള കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസും വരുന്നതും പോകുന്നതും എല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒറ്റ വാലറ്റിനകത്ത് 2,48,597 ബിറ്റ്കോയിൻ ഉണ്ട്. പക്ഷേ ഇത് ഒരാളുടെ ബിറ്റ്കോയിൻ ആണോ? ഒരിക്കലും അല്ല. അല്ല. ബൈനാൻസ് എന്നുള്ളത് ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ ആ ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ അക്കൗണ്ടുള്ള മൾട്ടിപ്പിൾ, അതായത് ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ കമ്പൈൻഡ് ആയിട്ടുള്ള ടോട്ടൽ ബിറ്റ്കോയിൻ ആണ് ഈ ഒരു 2,48,597 ബിറ്റ്കോയിൻ. ആക്ച്വലി ബൈനാൻസിൻ്റെ കയ്യിൽ അതിലും ബിറ്റ്കോയിൻ ഉണ്ട്. ഏകദേശം 6 ലക്ഷത്തിന് മുകളിൽ ബിറ്റ്കോയിൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ബൈനാൻസിൻ്റെ ബിറ്റ്കോയിൻ അല്ല, ബൈനാൻസിൽ അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ ബിറ്റ്കോയിനാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ടോപ്പ് 15 എൻറ്റിറ്റീസ് ആണ്. ഏറ്റവും ലാർജസ്റ്റ് 15 എൻറ്റിറ്റീസ് ആണ് ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്ന ഹോൾഡേഴ്സ്. ഓക്കെ. അപ്പോൾ അതിൽ ഏറ്റവും ടോപ്പിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സതോഷി നാക്കമോട്ടോ 1.1 മില്യൺ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഐബിറ്റ്, ബ്ലാക്ക് റോക്കിൻ്റെ ETF അവർ ഹോൾഡ് ചെയ്യുന്നത് 6,61,458 ബിറ്റ്കോയിൻ ആണ്. കോയിൻ ബേസ് ഉണ്ട്, മൈക്രോ സ്ട്രാറ്റജി ഉണ്ട്, ബൈനാൻസ് ഉണ്ട്, ബിറ്റ്ഫിനെക്സ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ എൻറ്റിറ്റിയും ഓരോ വ്യക്തികളാണോ? ഒരിക്കലല്ല. ഇതൊക്കെ ഓരോ കമ്പനികളാണ്. അപ്പോൾ ഈ കമ്പനികളിൽ തന്നെ ഇതേപോലുള്ള മൾട്ടിപ്പിൾ എക്സ്ചേഞ്ചുകളുണ്ട്. ആ എക്സ്ചേഞ്ചുകളിൽ ലക്ഷക്കണക്കിന് ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 15 എൻറ്റിറ്റി ഹോൾഡ് ചെയ്യുന്ന ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് മേ ബി വളരെ ചുരുങ്ങിയ നമ്പർ ഓഫ് ബിറ്റ്കോയിൻ വാലറ്റുകളായിരിക്കും. ഓക്കെ. അപ്പോൾ അതിപ്പോൾ ടോപ്പ് 1% പോലും ആവണം എന്നൊന്നും ഇല്ല. അതായത് 0.001% ഒക്കെ വാലറ്റിലായിരിക്കും. ചിലപ്പോൾ ഒരു 100 വാലറ്റിലായിരിക്കും.
അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ സപ്ലൈ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഈ 15 എൻറ്റിറ്റി തന്നെ 25% ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. പക്ഷേ ഈ 25% ബിറ്റ്കോയിൻ ഈ 15 എൻറ്റിറ്റി ആണ് ഹോൾഡ് ചെയ്യുന്നത് ആക്ച്വലി അല്ല. ഇവർ ലക്ഷക്കണക്കിന് ആളുകളുടെ ബിറ്റ്കോയിൻ ആണ് ഹോൾഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈവൻ സതോഷി നാക്കമോട്ടോ മാത്രമാണ് ഒരു എക്സെപ്ഷൻ ഉള്ളത്. അതും നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറയാം, വെറും 5.35% മാത്രമാണ് ടോട്ടൽ സപ്ലൈൻ്റെ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ ഇതേപോലെ ഇനിയിപ്പോൾ ഒരുപാട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ബിറ്റ്കോയിൻ വാലറ്റുകളും ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ നിലവിലുള്ള ഒട്ടുമിക്ക എല്ലാ വാലറ്റുകളും ഓൾറെഡി ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മെജോറിറ്റി ഓഫ് എന്താ പറയുക ലാർജ് വാലറ്റുകളെല്ലാം ഇവിടെ മാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ കോയിൻ ബേസിൻ്റെ കയ്യിൽ 9,87,000 ബിറ്റ്കോയിൻ ഉണ്ട്. ബ്ലാക്ക് റോക്കിൻ്റെ കയ്യിൽ 6,63,000 ബിറ്റ്കോയിൻ ഉണ്ട്. ഇത് കംപ്ലീറ്റ്ലി യൂസേഴ്സിൻ്റെയാണ്, ക്ലയൻസിൻ്റെ ഫണ്ടാണ് കോയിൻ ബേസ് ആണെന്നുണ്ടെങ്കിലും. അതേപോലെ തന്നെ മൈനേഴ്സിൻ്റെ ഫണ്ട്. സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ആ കമ്പനിയുടെ ബിറ്റ്കോയിൻ ആ ഒറ്റ എൻറ്റിറ്റിൻ്റെ അല്ല, പകരം ലക്ഷക്കണക്കിന് ഷെയർ ഹോൾഡേഴ്സിൻ്റെയാണ്. ബൈനാൻസ് ആണെന്നുണ്ടെങ്കിലും ബിറ്റ്ഫിനെക്സ് ആണെന്നുണ്ടെങ്കിലും ഫിഡിലിറ്റി അതേപോലെ തന്നെ ETF ആണ്. അപ്പോൾ ഈ പറയുന്ന എൻറ്റിറ്റികളൊക്കെ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഇതെല്ലാം ഇവരാണ് കൺട്രോൾ ചെയ്യുന്നത്, ഇവരുടെ അല്ല എന്നുള്ളതാണ്. ഇവർ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മാത്രം ഈ ഒരു ലിസ്റ്റ് മാത്രം നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം 350ഓളം വാലറ്റുകൾ ഇവർ ട്രാക്ക് ചെയ്യുന്നുണ്ട്, എൻറ്റിറ്റീസിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. 340 എൻറ്റിറ്റീസ്. ഈ 340 എൻറ്റിറ്റീസ് മാത്രം ഹോൾഡ് ചെയ്യുന്നത് 95,64,000 ബിറ്റ്കോയിനാണ്. 9.5 മില്യൺ, ഓൾമോസ്റ്റ് ഇപ്പോൾ സർക്കുലേറ്റിംഗ് ബിറ്റ്കോയിൻ്റെ 0.5%, 45.54% ബിറ്റ്കോയിനും ഇത്രയും എൻറ്റിറ്റീസാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും എൻറ്റിറ്റീസിലൂടെ ഈ 45% ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ്. നമ്മളെപ്പോലുള്ള ആളുകൾ പോലും അതിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്നത് ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള വളരെ ചുരുങ്ങിയ റിച്ച് ആയിട്ടുള്ള ആളുകളാണ് എന്നൊരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. ഇത്രയും എൻറ്റിറ്റികളിലൂടെ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ എല്ലാവരും മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, കൂടുതൽ ബിറ്റ്കോയിൻ നമ്മുടെ കയ്യിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആ ഒരു പ്രോട്ടോക്കോളിൽ ബിറ്റ്കോയിൻ്റെ ബ്ലോക്ക് ചെയിനിൽ ഒരു അധികാരമോ അല്ലെങ്കിൽ ഒരു നിയന്ത്രണമോ നമുക്ക് കിട്ടുന്നില്ല. അതിനുള്ള റീസൺ എന്ന് പറയുന്നത്, ബിറ്റ്കോയിൻ ഒരു പ്രൂഫ് ഓഫ് വർക്ക് കൺസെൻസസ് മോഡൽ വർക്ക് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ്, ഒരു പ്രോട്ടോക്കോളാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര തന്നെ ബിറ്റ്കോയിൻ ഉണ്ടായാലും നമുക്ക് ആ ഒരു ബ്ലോക്ക് ചെയിനിൽ ആ ഒരു പ്രോട്ടോക്കോളിൽ ഒരു നിയന്ത്രണം നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് സതോഷി നാക്കമോട്ടോയുടെ കയ്യിൽ ഒരു 5% ബിറ്റ്കോയിൻ, ഇപ്പോൾ ഈവൻ ഒരു 50% ബിറ്റ്കോയിൻ ഉണ്ടെങ്കിലും ആ ഒരു ബിറ്റ്കോയിൻ പ്രോട്ടോക്കോളിൽ യാതൊരു രീതിയിലുള്ള കൺട്രോളോ അല്ലെങ്കിൽ വലിയ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വരുത്താൻ സതോഷി നാക്കമോട്ടോയ്ക്ക് പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബിറ്റ്കോയിൻ പ്രോട്ടോക്കോൾ സെക്യൂർ ചെയ്യുന്നത് വേൾഡ് വൈഡ് ആയിട്ടുള്ള നോഡുകളാണ്. നമ്മളെ പോലുള്ള ബിറ്റ്കോയിൻ പ്രോട്ടോക്കോൾ നോഡുകൾ റൺ ചെയ്യുന്ന ആളുകളാണ്, മൈനേഴ്സാണ്, അതേപോലെ തന്നെ ബിറ്റ്കോയിൻ്റെ ഡെവലപ്പേഴ്സാണ്. അപ്പോൾ ഇതൊരു യൂണിവേഴ്സൽ കൺസെൻസസ് മെത്തേഡാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ആരാണോ കൂടുതൽ പൈസ ഹോൾഡ് ചെയ്യുന്നത്, ആരാണോ കൂടുതൽ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്നത്, അവരല്ല ഈ ഒരു നെറ്റ്വർക്ക് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം എല്ലാവരും ആദ്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ സതോഷി നാക്കമോട്ടോ 5% ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അതൊരു നെഗറ്റീവ് ആണ് എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ ഇതിനേക്കാളും കൂടുതൽ ഹോൾഡിങ്സ് ഉള്ള ഒരുപാട് ലിസ്റ്റഡ് കമ്പനീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ പല കമ്പനികളും 90%, 80% പ്രൊമോട്ടർ ഹോൾഡിങ്സ് ഉള്ള കമ്പനികൾ വരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനെ ഒന്നും ആക്ച്വലി ക്രിട്ടിസൈസ് ചെയ്യാത്ത ആളുകളാണ് ബിറ്റ്കോയിൻ്റെ ഈ ഒരു നെറ്റ്വർക്കിലുള്ള 5%-ന് പോലും കുറ്റം പറയുന്നത് എന്നുള്ളതാണ് വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കയ്യിൽ എത്രത്തോളം ബിറ്റ്കോയിൻ ഉണ്ടായിട്ടും കാര്യമില്ല, നമുക്ക് ഈ ഒരു ബിറ്റ്കോയിനെ നിയന്ത്രിക്കാനോ ബിറ്റ്കോയിൻ്റെ പ്രോട്ടോക്കോളിൽ ചേഞ്ചസ് വരുത്താനോ ഒന്നും സാധിക്കുന്നില്ല എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. സോ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഇൻഫോർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.